ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സിംഗ് സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്റ്റലിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള 50 ഐറ്റംസിന്റെ പേരാണ്. അപ്പം നിങ്ങൾ ഹോസ്റ്റലിലേക്കൊക്കെ പോകാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണണം. കാരണം നമ്മൾ ഐറ്റം സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സോപ്പാണ്. അത് തുണി കഴുകുന്നതും അതുകൊണ്ട് തന്നെ കുളിക്കുന്നതും. അതുകൊണ്ട് തന്നെ വാഷിംഗ് പൗഡർ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാൻ ആവശ്യമായിട്ടുള്ള ചകിരി, അതുകൊണ്ട് തന്നെ നമുക്ക് തോർത്ത് വേണം. ഒരു തോർത്ത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസ്. പിന്നെ സോപ്പ് പെട്ടി, പിന്നെ ടൂത്ത് ബ്രഷും അതുകൊണ്ട് തന്നെ ടങ് ക്ലീനറും വേണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേസ്റ്റും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ചീപ്പാണ്, കോമ്പ്. അടുത്തത് നമുക്ക് മുഖമൊക്കെ ഫേസ് ഒക്കെ നോക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിറർ വേണം, ഒരു സ്മാൾ മിറർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്രീംസ്, മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റൽ ബെഡ് ചെറുത് വാങ്ങിക്കാൻ കിട്ടും, അത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് പില്ലോ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ്, നമ്മുടെ ബെഡ്ഷീറ്റ് എടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഷേവിങ് സെറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാനിറ്ററി പാഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബുക്ക്, പെൻസിൽ, പേന ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ലിപ്പേഴ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലിപ്പേഴ്സ് എടുക്കേണ്ടതാണ്. പിന്നെ ബക്കറ്റ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബക്കറ്റ്, കപ്പ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ലഞ്ച് ബോക്സ്. നമ്മൾ കോളേജിലാണെങ്കിൽ കോളേജ്, ഡ്യൂട്ടിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് വേണം, നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് കോളേജിലൊക്കെ പോകാനായാലും ഇനി ഡ്യൂട്ടി ചെയ്യുന്നവർക്കായാലും അവർക്ക് ഒരു ബാഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബൗള്, നമുക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗള്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, വേസ്റ്റ് ഡിസ്പോസലായാലും എന്തിനും അത്യാവശ്യമായിട്ടുള്ളതാണ് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ നൈഫ്, നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് ഷാംപൂസ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, അത് ഏതോ ആവട്ടെ, ഹെയർ ഓയിൽ വേണം. പിന്നെ നമുക്ക് അവിടെ ധരിക്കാനുള്ള ഡ്രസ്സസ് ആണ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ ഡ്രസ്സസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കോളേജിലാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ കോളേജ് അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ബോട്ടിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പൗച്ച്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള പൗച്ച്. അതുകൊണ്ട് തന്നെ പെർഫ്യൂംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോസ്റ്റൽ ലൈഫിൽ, പെർഫ്യൂംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫേസ് വാഷ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ റോപ്പ്, അവിടെ എന്തെങ്കിലും തുണിയൊക്കെ ഡ്രസ്സൊക്കെ ഇടാൻ ആവശ്യമായിട്ടുള്ള റോപ്പ് വേണം. അതുകൊണ്ട് തന്നെ ക്ലിപ്പ്, ഡ്രസ്സ് കുത്തി വെക്കാനുള്ള ക്ലിപ്പ്. അതുകൊണ്ട് തന്നെ ഹാങ്ങർ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, ഹാങ്ങർ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാനിറ്റൈസർ. ഡ്യൂട്ടിക്ക് പോകുന്നവർക്കാണെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാനിറ്റൈസർ. പിന്നെ ബാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന സ്നാക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് സ്നാക്സ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്രസ്സ്, നമുക്ക് രാത്രി ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ട് നിൽക്കാനുള്ള ഡ്രസ്സ്. അതുകൊണ്ട് തന്നെ വാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്യൂട്ടി ഉള്ള ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇയറിങ്സ്, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കമ്മലുകളൊക്കെ കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോയ്സിനായാലും ഗേൾസിനായാലും. അതുകൊണ്ട് തന്നെ പിന്നെ സേഫ്റ്റി പിന്നിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ചാർജർ ഇല്ലാതെ പോയാൽ അറിയാലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ത്രീ പിൻ അത്യാവശ്യമാണ്, നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടേബിൾ ലാമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അംബ്രല്ല, ഇപ്പോൾ മഴക്കാലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അംബ്രല്ല എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സൂചിയും നൂലുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യ കാര്യത്തിന് ഉപകരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.